Find the radius of a circular metal sheet of perimeter 12 pi centimeter. Find its area. ഒരു സർക്കുലർ മെറ്റൽ ഷീറ്റിൻ്റെ പെരിമീറ്റർ 12 പൈ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് 2 പൈ ആർ ഈക്വൽ ടു 12 പൈ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ പൈ ഡി ഈക്വൽ ടു 12 എന്ന് വേണമെങ്കിലും 12 പൈ എന്ന് എഴുതാം. ഇനി ഇഷ്ടമുള്ള പോലെ എഴുതാം നിങ്ങൾക്ക്. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറം അപ്പുറം ഒരുപോലുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. റിമൈനിങ് 2r ഈക്വൽ ടു 12 എന്ന് വരും. അപ്പോൾ ഇവിടെ r ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. r നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ ഏരിയ ഓഫ് എ സർക്കിൾ പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 6 സ്ക്വയർ, അതായത് 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ എ കോഡ് എ ബി ഈസ് 3 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ. ഓപ്ഷൻ എ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ്. ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരു വൃത്തിയായിട്ട് വരും. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഒരു കോഡ് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് 3 സെൻറ്റിമീറ്റർ അകലെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയായിട്ട് എ ബി എന്നൊരു കോഡുണ്ട്. ഇത് 3 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ എന്നാണ്. സെൻറ്ററിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലെ എ ബി എന്നൊരു കോഡ് നമുക്കുണ്ട്. എങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് കോഡ്? അപ്പോൾ നോക്കി, ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ വന്നാൽ നമുക്ക് യൂസിങ് പൈത്തഗോറസ് തിയറം ഇത് 5ഉം ഇത് 3ഉം ആണെങ്കിൽ ബേസ് കണ്ടുപിടിക്കാം. ബേസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 25 മൈനസ് 9 16. സോ ബി സ്ക്വയർ ഈക്വൽ ടു 16 ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു √16 ദാറ്റ് ഈസ് 4. ഇത് എത്രയാണ്? ഈ ലെങ്ത് 4 ആണ്. അപ്പോൾ ഇത് 4 അല്ലേ? സോ ലെങ്ത് ഓഫ് എ ബിയുടെ ലെങ്ത് എ ബി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ മനസ്സിലായി. ഓപ്ഷൻ ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി, പി ക്യു ഈസ് അനദർ കോഡ് ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് പി ക്യു ഫ്രം ദ സെൻറ്റർ. ഇനി കോഡിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ഉള്ളവരെണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സെൻറ്ററിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്? സെയിം കോൺസെപ്റ്റ് തന്നെയല്ലേ? ഒന്നുകൂടെ ഒന്ന് വരച്ചേക്കാം. 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. റേഡിയസ് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്നുള്ള കോഡിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സെൻറ്ററിൽ നിന്ന് എത്ര അകലത്തിലാണ് ഈ ദൂരം കണ്ടുപിടിക്കും. അപ്പോൾ ഇത് 5 ആണ്. അപ്പോൾ ഇത് നമുക്ക് 4 എന്ന് എഴുതി എന്ത് കണ്ടുപിടിക്കുക? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 3 എന്ന് എഴുതിയാൽ സെൻറ്ററിൽ നിന്ന് എത്ര ദൂരത്തിലായി നിൽക്കുന്നത്? 3 സെൻറ്റിമീറ്റർ ദൂരത്തിൽ. അതേ ക്വസ്റ്റ്യൻ തന്നെ റിവേഴ്സ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. ദെൻ ഓപ്ഷൻ സി, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ആൻഡ് പി ക്യു ഇഫ് ദേ ആർ പാരലൽ. എ ബിയും പി ക്യുവും പാരലലാണെങ്കിൽ അവ തമ്മിലുള്ള അകലം ഒന്നുകൂടെ വരച്ചേക്കാം. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ എ ബി എന്നൊരു കോഡും ഇവിടെ പി ക്യു എന്നൊരു കോഡും ഉണ്ടായിരുന്നു. രണ്ടും പാരലലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം നമുക്കറിയാം 3 ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 3 ആണ്. സോ 3 + 3 ഇവ തമ്മിലുള്ള അകലം ലെങ്ത് ബിറ്റ്വീൻ ദം ഈസ് 3 + 3 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തൊരു ചോദ്യം. √12 ഈക്വൽ ടു √4 × 3 ദാറ്റ് ഈസ് √4 × √3. √4നെ 2 എന്ന് എഴുതി, 2 √3 എന്ന് എഴുതി. √18 എന്ന് വെച്ചാൽ √9 × √2. 9 2 ആണല്ലോ 18. √9 എന്ന് വെച്ചാൽ 3 ആണ്. √2നെ മാറ്റാൻ പറ്റില്ല. സോ 3 √2. റൈറ്റ് √32 ആൻഡ് √50 ആസ് ഷോൺ എബോ. മുകളിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ചെയ്യണം. അപ്പോൾ √32 എന്ന് എഴുതി നോക്കാം. √32നെ നമുക്ക് എങ്ങനെ എഴുതാം? √16 × 2 എന്ന് എഴുതാമല്ലോ. √16 × 2നെ √16 × √2 എന്ന് എഴുതാം. √16 എത്ര? 4 √2. അതവിടെ തീർന്നു. അടുത്ത √50നെ നമുക്ക് എങ്ങനെ എഴുതാം? √50 എന്ന് വെച്ചാൽ √25 × 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ √25 × √2 എന്ന് എഴുതാം. അതായത് 5 × √2, അതായത് 5 √2. 5 × √2ന് നമുക്ക് 5 √2 എന്ന് എഴുതാം.
ഇനി ഇത് രണ്ട് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ ബി എന്താണ്? √50 + √32 ആണ്. അതായത് 4√2 + 5√2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 4 9√2. അടുത്ത എന്താ? 5√2 - 4√2 എത്ര വരും? 5√2 4 റൂട്ട് കുറച്ചാൽ 1 റൂട്ട്. ഇത് ജസ്റ്റ് റൂട്ട് എന്ന് എഴുതിയാൽ അത് ഇവിടെ തിരിഞ്ഞു പോയിട്ട് കുഴപ്പമില്ല, തിരിച്ചു പോയാൽ √50യുടെ വാല്യൂ ആയിട്ട് 5√2 ഞാൻ ടീച്ചർ എഴുതിയപ്പോൾ തിരിഞ്ഞു. അഡീഷൻ്റെ കേസിൽ തിരിഞ്ഞു പോയാലും മറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സബ്ട്രാക്ഷൻ നടത്തുമ്പോൾ പക്ഷേ വലിയ നമ്പർ ആദ്യം തന്നെ എഴുതണം. ക്ലിയർ അല്ലേ?